ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൻ. നമുക്കിന്നിവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡ്ഡു തയ്യാറാക്കിയെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സും എല്ലാം കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഷുഗറും ശർക്കരയും ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ഹെൽത്തി ലഡ്ഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം. ഇത് റൈസിൻസ് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ആണ്. ഇതും ഒരു അരക്കപ്പാണ്. ഇത് ഡ്രൈ ഡേറ്റ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ പീസസ് ആയിട്ട് ഇതും അരക്കപ്പുണ്ട്. ഇത് നമ്മുടെ പംകിൻ സീഡ്സ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു കപ്പുണ്ട്. പിന്നെ ഒരു കപ്പ് കശുവണ്ടിപ്പരിപ്പ്, ഇതും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കപ്പ് വെളുത്ത എള്ള്. ഇത് ബദാമും പിസ്തയും കൂടെ മിക്സിയിൽ പൾസ് ചെയ്തെടുത്തു. അപ്പോൾ അത് കുറച്ചൊന്ന് പൊടിയായി പോയിട്ടുണ്ട്, കുറച്ചൊക്കെ പീസസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സൺഫ്ലവർ സീഡ്സാണ്. സൺഫ്ലവർ സീഡ്സും ഒരു കപ്പുണ്ട്. അതും മിക്സിയിൽ പൾസ് ചെയ്തു. കുറച്ചൊക്കെ മുറിഞ്ഞ് കഷ്ണങ്ങളായിട്ടുണ്ട്, പൊടിയായിട്ടുണ്ട്. ബാക്കി കുറച്ചൊക്കെ മുഴുവനോടെ തന്നെ കിടക്കുന്നുണ്ട്. ഇതും ഒരു കപ്പാണ്. അടുത്ത് നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഇതൊരു 3/4 കിലോ ഡേറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഓരോന്നോരോന്നായി ഇതൊക്കെ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഡേറ്റ്സ് അരച്ചെടുക്കണം. അപ്പം നമുക്കിതൊക്കെ ചെയ്യാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി. ആദ്യം നമുക്ക് കശുവണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഒരുപാട് മൂത്ത് പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് റോസ്റ്റ് ചെയ്യാൻ പാടില്ല, കാരണം ചെറിയ സൈസസൊക്കെ കരിഞ്ഞു പോകും. അപ്പം എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും വേറെ സീഡ്സും വേറെ പ്രത്യേകം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. നെയ്യിൽ കശുവണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ ഒരു മണം വരുമല്ലോ, അപ്പോൾ തന്നെ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് മൂത്ത് ബ്രൗൺ നിറം ആകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം ഒഴിക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് പംകിൻ സീഡ്സ് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പംകിൻ സീഡ്സും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരാൻ തുടങ്ങുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് കുറച്ച് മെലൺ സീഡ്സും കൂടെ ഉണ്ട്. അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ സീഡ്സും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് ഒരു മിക്സിംഗ് ബൗളിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ബദാം പിസ്ത ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാം പിസ്ത റോസ്റ്റ് ആയിട്ടുണ്ട്, അതും മാറ്റാം. അടുത്തത് ഡ്രൈ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഡേറ്റ്സ് ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് റൈസിൻസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അടുത്ത നമുക്ക് എള്ളിട്ട് കൊടുക്കാം. എള്ള് പെട്ടെന്ന് റോസ്റ്റായി കിട്ടും, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം.
എള്ള് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. എള്ള് റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അടുത്ത നമുക്ക് ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും വേഗം വളരെ പെട്ടെന്ന് ഇത് റോസ്റ്റായി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം റോസ്റ്റ് ചെയ്തത് ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എള്ളും ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും മാത്രം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇപ്പം മിക്സ് ചെയ്യുന്നില്ല, അത് ലാസ്റ്റ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഡേറ്റ്സ് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. ഡേറ്റ്സ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിലിട്ട് ഇതും കൂടെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച ഡേറ്റ്സ് ചേർത്ത് വഴറ്റിയെടുക്കാം. നമ്മുടെ ഡേറ്റ്സ് അരച്ചതൊക്കെ വരട്ടിയെടുത്തിട്ടുണ്ട്. പഴുത്ത ചക്ക വരട്ടിയെടുക്കില്ലേ, അതേ രൂപത്തിലിരിക്കും ഇത് വരട്ടിയെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിനി നമുക്ക് ഇവിടെ വെക്കാം. ഇത് തണുത്ത് വരണം. ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് ലഡ്ഡു ഉരുട്ടിയെടുക്കുമ്പം വലിയ വലിയ പീസസ് ആയിട്ട് കിടന്നാൽ ഉരുണ്ട് കിട്ടാൻ പാടാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് കൊണ്ടുവരാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. പൾസ് മോഡിലേ ചെയ്യാൻ പാടുള്ളൂ, അരച്ചെടുക്കാൻ പാടില്ല. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്ത് കൊണ്ടുവരാം. എല്ലാം മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കിടക്കും, കുറച്ചൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ലഡ്ഡു ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മിക്സിയിലിട്ട് പൾസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് അരഞ്ഞു പോകും. അതുകൊണ്ട് ഇത് മുഴുവനോടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വരട്ടി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലഡ്ഡു ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് തടവിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിൽ വേണം ലഡ്ഡു അതേ വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് കണ്ട് ഇതേ രീതിയിൽ നമുക്ക് മുഴുവൻ ലഡ്ഡുവും ഉരുട്ടിയെടുത്ത് കൊണ്ടുവരാം. അപ്പം നമ്മുടെ ലഡ്ഡു എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഷുഗറൊന്നും ചേർക്കാത്ത ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സും ചേർത്തുണ്ടാക്കിയ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു കഴിക്കാമല്ലോ. ഇതുകൊണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത്രയും സാധനങ്ങളുണ്ട്. നമ്മളുണ്ടാക്കിയപ്പോൾ ഏകദേശം 50ഓളം ലഡ്ഡു നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് നിലക്കടലയും ചേർക്കാം കേട്ടോ. നിലക്കടലയും റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി നോക്കണം കേട്ടോ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.